യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമ്മൾ ചെയ്തതും പറഞ്ഞതും ഒക്കെ മാഡത്തിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നുവെന്ന് ഒട്ടും വൈകാതെ മാഡം മനസ്സിലാക്കും. ദേ ഓടുന്നതൊക്കെ കൊള്ളാം. അവസാനം മറിഞ്ഞു വീണ് ശരീരം മുറിച്ചേക്കരുത്, കേട്ടല്ലോ? ഇല്ല മന്ത്രേ, ഞങ്ങള് വീഴാതെ മുറിയാതെ നോയിക്കോളാം. ഇന്നലെ ഇവിടെ ഇരുന്ന് നിലവിളിച്ച ആളാ. നടക്കട്ടെ. ശരി മന്ത്രേ. മദറിന് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതിരിക്കോ? കാർത്തികിന് എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്ലീസ് മദർ, ഒന്നും അറിയാത്തതായിട്ട് എന്റെ മുന്നിൽ അഭിനയിക്കല്ലേ പ്ലീസ്. എനിക്കെന്റെ ഭാര്യയും കുഞ്ഞിനെയും വേണം. കാർത്തിക് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യയും കുഞ്ഞോ? ഇവിടെയോ? വൈകിയുടെ കാര്യമാണോ കാർത്തി പറയുന്നേ? പിന്നല്ലാതെ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞ വൈകിയല്ലേ? അവൾ ഇവിടെ ഉണ്ട്. എന്റെ കുഞ്ഞുണ്ട്. അവരെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നോക്കൂ കാർത്തികേ, ഡെലിവറി കഴിഞ്ഞെന്ന് വൈകി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഒന്ന് കാണാൻ വരണമെന്നുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാം, വൈക പറഞ്ഞു കാണും ഞാൻ അന്വേഷിച്ചു വന്നാലും ഇവിടെ ഉണ്ടെന്ന് പറയരുതെന്ന്. മദർ, മദർ, ശരിക്കും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല മദർ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് വൈകം മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ അവൾ എന്നോടൊന്നും മിണ്ടണ്ടേ? എനിക്ക് പറയാനൊരു അവസരം തരണ്ടേ? അത്രയും മതി. വൈകെ എന്റെ മുന്നിലൊന്ന് കൊണ്ടുവന്നാൽ മാത്രം മതി. മദറിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കാർത്തികിനോട് ഇത് പലവട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വൈകി ഇങ്ങോട്ട് വന്നിട്ടില്ല. മദർ ഇട്ടിരിക്കുന്നത് തിരുവസ്ത്രമാ. അതിട്ടോണ്ട് കള്ളം പറയല്ലേ? എനിക്കറിയാം, അവള് വേറെ എങ്ങും പോകാൻ വഴിയില്ല. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആദ്യം വരുന്നത് ഇങ്ങോട്ടല്ലേ? ഇതിപ്പോ മദറിന്റെ അടുത്തേക്ക് എന്നെ വന്നു കാണും. ചെറിയൊരു പ്രശ്നമായത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത് എനിക്ക് അവളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം പ്ലീസ് മദർ. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതൊരു അനാഥാലയമാണ്. വെറുതെ ഇവിടെ നിന്ന് ബഹളം വെക്കരുത്. ദയവ് ചെയ്തൊന്ന് പോയി തരണം. ഓഹോ, അത് ശരി. അപ്പം മദർ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലേ? ഞാൻ കാണണോന്ന് പറയുന്നത് അന്യരായിട്ടുള്ള ആരെയോ അല്ല, എന്റെ ഭാര്യയും എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞിനെയോ കാണാൻ തീരുമാനിച്ചാണ് ഞാൻ ഇവിടെ വന്നതെങ്കിൽ കണ്ടിട്ടേ ഞാൻ പോകൂ. കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയിരിക്കും. കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയിരിക്കും. നോക്ക്, നിങ്ങളുമായി വഴക്കുണ്ടാക്കാനൊന്നും ഞാൻ തയ്യാറല്ല. എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കാനേ ഞാൻ ശ്രമിക്കൂ. അല്ലാതെ ഒരാളെ ഒളിപ്പിച്ചു വെച്ച് മറ്റൊരാളെ ധർമ്മസങ്കടത്തിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. വൈകി ഇവിടേക്ക് വന്നില്ലെന്നുള്ളത് സത്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോയി തരണം. അപ്പം മദർ വൈകിയെ വിളിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണല്ലേ? വേണ്ട, ഞാൻ കയറി കണ്ടോളാം. വൈക,
വൈക ഏയ് ഞാനാ വൈക. കാർത്തിക് നിക്ക്. എങ്ങോട്ടാ നിങ്ങൾ കേറി പോന്നേ? അവിടെ നിക്ക്. മദർ എന്നെ തടയാൻ നോക്കണ്ട. ഞാൻ നിക്കേയില്ല. എനിക്ക് വൈകയെ കണ്ടേ പറ്റൂ. ഇവിടെ ഇല്ലാത്തൊരാളെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. മദർ ഈ പറയുന്നത് കള്ളവാ, കള്ളവാ. ഞാൻ വൈകയെ കണ്ടിട്ടേ പോവൂ. വൈക, ഏയ് കാർത്തിക്, വൈക. താൻ അതിക്രമിച്ച് അകത്ത് കയറാൻ നോക്കിയാ പോലീസിനെ വിളിക്കേണ്ടി വരും. ഇതൊരു ഉത്തരവാദിത്തമുള്ള സ്ഥാപനമാണ്. വൈകയുടെ ഹസ്ബൻഡ് എന്നുള്ള പരിഗണനയില ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചത്, മാന്യമായി സംസാരിച്ചത്. എന്താ മദർ പ്രശ്നം? അത് ഇയാളുടെ വൈഫ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് കാണാൻ വന്നിരിക്കുക. അങ്ങനെ ഒരാളിവിടെ ഇല്ല. എന്റെ പൊന്ന് ചേട്ടാ, ഈ മദറിന് വൈകയോട് വല്ലാത്ത സ്നേഹമാ. അവൾ എന്ത് പറഞ്ഞാലും അതേ കേൾക്കൂ. വൈക ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വൈകയും കൊണ്ടേ പോവൂ. ഏയ്. വൈക, എങ്ങോട്ടാ കയറി പോകുന്നത്? ഏയ്, നിങ്ങളോടല്ലേ ഞാൻ കാര്യം പറഞ്ഞത്. എന്റെ വൈകയും കുഞ്ഞു ഇതിനകത്തുണ്ട്. എനിക്ക് അവരെ ഒന്ന് കാണണം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജോസെ, ഇയാളെ പിടിച്ച് പുറത്താക്കിയേക്ക്. വീണ്ടും ശല്യത്തിന് വരികയാണെങ്കിൽ പോലീസിൽ അറിയിച്ചേക്ക്. ഞാൻ പറയുന്നൊന്ന് പുറത്തേക്ക് കിടക്കാം. വെറുതെ ബലം പ്രയോഗിക്കണ്ട. ഞാൻ വരില്ല. വൈക, കൊണ്ടുപോകാൻ എനിക്കറിയാം. വൈക. ഏയ്, വൈക. വൈക, ഇറങ്ങി വാ വൈക. വൈക, പ്ലീസ്. വൈക, വൈക. ഏയ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേട്ടാ, പ്ലീസ്. ഞാൻ വൈക കണ്ടിട്ട് പൊയ്ക്കോളാം. ചേട്ടാ പ്ലീസ്. എന്റെ പൊന്നനിയ, ഇതൊരു മടവാ, അനാഥാലയാ. ഇവിടെ ആരും കള്ളം പറയില്ല. നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും. വെറുതെ പ്രശ്നം ഉണ്ടാക്കി അകത്താകാൻ നോക്കല്ലേ. പോയി വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. ഓ ചെല്. മരണത്തിലേക്ക് നടന്നിറങ്ങാൻ തീരുമാനിച്ചപ്പോഴെങ്കിലും ഇങ്ങനൊരു കൂട്ടുകാരനെ കുറിച്ച് ഓർക്കാൻ തോന്നിയല്ലോ നിനക്ക്. അത് നന്നായി. എന്റെ മോള് എന്നെ പോലെ അനാഥയായി പോലോന്ന് ഓർത്തപ്പോ മരിക്കാൻ തോന്നിയില്ല. നിന്നെ പോലെന്ന് പറയണ്ട, ഞാനും ഒരു അനാഥന. പാതി വഴിക്ക് വെച്ചെങ്കിലും നിനക്കൊരു അമ്മയുണ്ടായി. ഐ ആം സ്റ്റിൽ അലോൺ. ഇന്നും ഒറ്റയ്ക്ക്. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 1000 സന്ദർഭങ്ങൾ മുന്നിൽ കൂടെ കടന്നുപോയി. എന്നിട്ടും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എന്താണെന്നറിയോ? പിന്തിരിപ്പിക്കാൻ എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു ജീവിതം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതം തിരിച്ചെടുക്കാനുള്ള അവകാശവും ആ ദൈവത്തിന് മാത്രം. ഞാനീ പറഞ്ഞത് ഒരു ദൈവവിശ്വാസിയുടെ ന്യായം. കൃത്യമായ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ. എന്തൊരു ഫൂളിഷ്നെസ് ആണ് വൈക നീ കാണിക്കാൻ പോയത്? നീ മരിച്ചിട്ട് ആരെയാണ് തോൽപ്പിക്കാൻ പോകുന്നത്? കാർത്തികിന്. നീ ചെയ്ത മണ്ടത്തരത്തിന് സ്വയം ശിക്ഷിച്ച് അവനെ ജയിക്കാൻ വിടുകയായിരിക്കും നീ ചെയ്യുന്നത്. ജീവിതമാണ്, മനുഷ്യരാണ്, തെറ്റുകൾ പറ്റിയെന്നും ഇരിക്കും. ഒന്നുകിൽ ആ തെറ്റ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് നീ ചെയ്ത തെറ്റ്. പ്ലീസ് ശ്രീകാന്ത്, ഇനിയും എന്നെ കുറ്റപ്പെടുത്തല്ലേ. കുറ്റപ്പെടുത്തും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കുറ്റപ്പെടുത്തൽ നിന്നെ വേദനിപ്പിക്കാനല്ല, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1000 വട്ടം ചിന്തിക്കണമെന്ന് മനസ്സിലാക്കാനാണ്. ജീവിതം എന്ന് പറയുന്നത് ചീട്ടുകൊട്ടാരം പോലെയാണ് വൈക. ചെറിയൊരു കാറ്റ് മതി, ആ കൊട്ടാരത്തിൽ ഒരു ചീട്ടിന് ഒരു ഇളക്കം തട്ടിയാൽ മതി, മുഴുവൻ തകർന്നു വീഴും.
സത്യം പറയാലോ ശ്രീകാന്ത്, എനിക്ക് ജീവിതം തന്നെ മടുത്തു.